പ്രിയങ്കയോ? അവളെ ദഹിപ്പിച്ച് ചാരമാക്കിയതല്ലേ? ഇതുവരെ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അതായിരുന്നു. എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ വിശ്വാസം മാറി. അവളെ ഞാൻ കണ്ടെത്തിയമ്മേ. മോനെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. നീ വെറുതെ ഒരു കഥയുണ്ടാക്കി പറയുന്നതാണോ? അല്ലമ്മേ, അന്ന് കൊല്ലപ്പെട്ടത് പ്രിയങ്കയല്ല. അവളെ ഞാൻ കണ്ടെത്തി. എങ്ങനെയാണെന്ന് അറിയണോ അമ്മയ്ക്ക്? തോറ്റ് തല കുമ്പിട്ട് നടക്കുമ്പോ എപ്പോഴും ഞാൻ പറയാറില്ലേ, ഒരിക്കൽ ഞാൻ ജയിക്കൂന്ന്. ഞാൻ ജയിച്ചു. എന്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഞാൻ പുറത്തിറക്കും. അമ്മയുടെ കണ്ണീര് ഞാൻ തുടയ്ക്കും. അച്ഛൻ പുറത്തിറങ്ങിയാല് പ്രിയങ്കയെ വെച്ച് രാധികയോടുള്ള പ്രതികാരം നമ്മൾ വീട്ടിയിരിക്കും. അമ്മ ധൈര്യമായിട്ടിരിക്കും. കേട്ട വാർത്ത അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലടാ. എല്ലാം സത്യമായിരിക്കട്ടെ. കുറ്റവാളിയല്ലെന്നറിഞ്ഞ് ചന്ദ്രേട്ടൻ തിരിച്ചു വന്ന അമ്മയ്ക്ക് ഇവിടെ കുറെ കണക്കുകൾ തീർക്കാനുണ്ട്. പ്രിയങ്ക ഇപ്പൊ നമ്മുടെ കയ്യിലാമേ. അവള് കണിമംഗലത്ത് നിന്ന് പോയപ്പോ ആരൊക്കെ സന്തോഷിച്ചോ, ഇപ്പോ അവരൊക്കെ അവളുടെ ശത്രുക്കളാ. എന്ന് പറഞ്ഞ ശത്രുക്കളുടെ കാര്യത്തില് അവളും നമ്മൾ ഒറ്റക്കെട്ടാ. ഞാൻ ഫോൺ വെക്കട്ടെ അമ്മേ. കോടതിയിലേക്ക് അച്ഛനെ കൊണ്ടുവരാനുള്ള സമയമായി. മോനെ മോനെ ഗൗതം, ഹലോ അമ്മേ. ഹലോ. കണിമംഗലത്ത് അധികം വൈകാതെ ആരും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നടക്കും. എല്ലാവരും ഒന്ന് കാലുറപ്പിച്ച് നിന്നോണം. വരാൻ പോകുന്നതേ സുനാമിയാ, സുനാമി. എല്ലാം കൂടി ഒഴുക്കിക്കൊണ്ടങ്ങ് പോവും. എന്താ പറഞ്ഞത്? ഓ, അത് നീ ഇപ്പൊ കാര്യാക്കണ്ടടാ മോനെ. കണ്ടറിയേണ്ടത് കണ്ടറിയുമ്പോഴല്ലേ അതിന്റെ ഒരു സുഖം. ഈ വലിയ വലിയ പ്രതീക്ഷകളോട് ജീവിക്കുന്നവര് അതെല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെടുമ്പോ ചിലപ്പോ തലയ്ക്ക് വെളിവില്ലാതാവാറുണ്ട്. നീ ചെറിയമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാണെന്നറിയില്ല. ഏയ്, ഭ്രാന്തൊന്നും വരില്ല. അതൊക്കെ മനസ്സിന് ബലമില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതാ. എന്നാലും എന്തോ ഒരു കുഴപ്പമുണ്ടോ? ആ, സാരമില്ല. ചെറിയമ്മയല്ലേ, രഹസ്യമൊന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റില്ല. അഹങ്കാരത്തിന്റെ രൂപത്തിൽ അതുകൂടി അങ്ങ് താനെ പുറത്തു വന്നോളൂ. അപ്പം നമുക്കത് കണ്ടുപിടിക്കാം. എന്താ?